പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ വത്സല മക്കളെ, ഞാൻ പുഞ്ചക്കാട് ധ്യാനകേന്ദ്രത്തിലെ ബത്ലഹേം ധ്യാനകേന്ദ്രത്തിൽ 3.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു. കണ്ണൂർ പയ്യന്നൂർ പുഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ധ്യാനകേന്ദ്രം. പ്രിയ ബഹുമാനപ്പെട്ട അലക്സ് വടക്കുന്തല ബിഷപ്പ് ഞങ്ങൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളെ ഒരു ധ്യാനകേന്ദ്രത്തിലാക്കി. അവിടെ തൊട്ടടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു തന്നു. ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഒരു സ്നേഹമയ്യായ ഒരു പിതാവാണ് അലക്സ് വടക്കുന്തല പിതാവ്. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ. കുടുംബസമേതം ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ആ സന്തോഷവും സമാധാനവും. ഒരിക്കൽ ഒരു ധ്യാനം കഴിഞ്ഞ ഒരു സമയം, ഒരു 11 മണി 12 മണി. അപ്പോൾ ഒരു ചേച്ചി ധ്യാനകേന്ദ്രത്തിൽ ക്രൂശിക്കപ്പെട്ട് തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് വാവിട്ട് കരയുകയാണ്. എനിക്ക് വളരെ സങ്കടം തോന്നി. ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൈവാത്മാവിനാൽ പ്രേരിതനായി ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്താണ് വിഷമത, ഒന്ന് പങ്കുവയ്ക്കാമോ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഈശോ, നമ്മുടെ ഈശോ, ആ ഈശോയുടെ അരൂപിയല്ലേ നമുക്കെല്ലാവർക്കും. ആര് വേദനിച്ചാലും വിഷമിച്ചാലും നമ്മൾ അവരെ ആശ്വസിപ്പിക്കും, അല്ലേ? ചേച്ചി എന്നോട് വളരെ സ്നേഹത്തോടെ വിഷമതയോടെ തൻ്റെ വേദനകൾ പങ്കുവച്ചു. 3.5 വർഷത്തോളമായി ഭവനത്തിൻ്റെ പണി തുടങ്ങി, അടിത്തറ കെട്ടുതാലി മാല വിറ്റ്, അവിടെ നിന്ന് കടം ഒക്കെ മേടിച്ച്, ബന്ധുക്കളുടെ നിന്നൊക്കെ മേടിച്ച് അടിത്തറ പൂർത്തിയാക്കി. മുന്നോട്ട് പണി നടക്കുന്നില്ല. വേദനയോടെ വിഷമതയോടെ ഇത് പങ്കുവച്ചു. പോകാൻ നിർത്ത് ചേച്ചി എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ചേച്ചി ഫോണിലേക്ക് വിളിച്ചു, ബ്രദറെ ഒന്ന് എൻ്റെ വീട്ടിൽ വരാമോ? ചെറു പൊന്നുമക്കളെ, ഡയറക്ടറേഴ്സിൻ്റെ അനുവാദത്തോടുകൂടി ഞാനും ഭാര്യയും കൂടി വീട്ടിലേക്ക് കയറി ചെന്നു. ഇതാ നമ്മൾ അവിടെ കണ്ട കാഴ്ച എനിക്ക് വളരെ സങ്കടമാണ്. അവർ കെട്ടിയ ആ അടിത്തറ അത് പായൽ പിടിച്ച് കിടക്കുക. തൊട്ടടുത്തൊരു ഓലപ്പുര, ഒരു ചാർത്തില് ഇതാ അവർ താമസിക്കുകയാണ് മക്കളോട് ചേർന്ന്. അവിടെ ഇരുന്ന് ഈശോയോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നി ഈശോയെ, ഈ മക്കൾക്കൊരു ഭവനം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയുടെ പൊന്നുമക്കളെ, അവിടെ വെച്ച് ദൈവത്തിൻ്റെ വചനം ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഈശോ തന്ന സന്ദേശം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 33 മുതൽ വാക്യങ്ങളാണ്. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്ക് അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. ഈ വചനം വായിച്ചു കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞത്, ദൈവമക്കളെ, ദൈവം നമുക്ക് അഭിവൃദ്ധി വരുവാനും ഉയർച്ച വരുവാനും സമൃദ്ധി വരുവാനും ആഗ്രഹിക്കുന്നവനാണ്. ഒരിക്കലും നമുക്ക് അധോഗതി വരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയില്ല. എന്നാലോ സാത്താൻ നമുക്ക്
അധപതനവും തകർച്ചയും അധോഗതിയും അപമാനവും വരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അതിനാൽ നാം നമ്മുടെ ഉയർച്ചയെ വളർച്ചയെ ചവിട്ടി പിടിച്ചിരിക്കുന്ന സാത്താന്റെ ആ ശക്തിയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം യേശുവിനോട് അടുക്കണം, യേശുവിന്റെ വചനത്തോട് അടുക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. യേശുയുടെ പൊന്നുമക്കളെ, ഈ ദൈവവചന ഭാഗം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വായിക്കുവാനായിട്ട് ഞാൻ അവരോട് പറയുകയുണ്ടായി. ഈശോയുടെ പൊന്നുമക്കളെ, ഈ വചനഭാഗം നമുക്ക് പൈശാചികമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഈ വചനഭാഗം വായിച്ചിട്ട് നാം ഈശോയുടെ സാന്നിധ്യം സ്മരിച്ച് നമ്മളിൽ നിന്ന് പിശാച് വിട്ടുപോകുവാനായിട്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിശാച് വിട്ടുപോകാനായിട്ട് ഈശോ കൽപ്പിക്കുന്നതായിട്ട് നാം വായിച്ച് ധ്യാനിക്കണം. ഒപ്പം പാപകരമായ എല്ലാ നമ്മുടെ പഴയ പാപകരമായ എല്ലാ ജീവിതവും നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. ഇതാ അവരോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് ഈശോയുടെ തിരുനാമത്തെ വിളിച്ച് ആരാധിച്ച് പാടി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈശോയുടെ പൊന്നുമക്കളെ, ഞങ്ങൾക്കൊരു 40 കിലോമീറ്റർ തിരിച്ചു പോകണം. ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥതയും ഭയപ്പാടും ഉണ്ട്. കാരണം അന്ന് ഈ രാത്രി അവിടെ തങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ വളരെ സൗകര്യക്കുറവും അവർക്ക് ബുദ്ധിമുട്ടും ആകുമെന്ന് കരുതിയാണ് ഞങ്ങൾ പ്രയാസപ്പെട്ടാണെങ്കിലും തിരിച്ചു ഭവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. വഴി ദുർഘടമായ വഴിയാണ്. യേശുയുടെ പൊന്നുമക്കളെ, എങ്കിലും ഇതാ കാറിൽ ഞങ്ങൾ ഭവനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഞങ്ങൾക്ക് നേരിട്ട ഏറ്റവും വലിയ വലിയ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, പൈശാചികമായിട്ടുള്ള ഇതാ വണ്ടി നിന്നുപോയി ഇടക്ക്. അതുപോലെ പിന്നീട് നായ്ക്കൂട്ടങ്ങൾ വഴി ഞങ്ങൾ യാത്രാ സമയത്ത് അവയുടെ ഭയാനകമായ കുരയും അവയുടെ ആക്രമണങ്ങളും ഞങ്ങൾക്കുണ്ടായി. ഈശോയുടെ പൊന്നുമക്കളെ, ഒരുവിധം പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഞങ്ങൾ ഈ എടുത്തു പറയേണ്ട ഒരു അനുഭവം ഞാൻ പറയാം. ഇവിടെയെങ്ങും നമ്മൾ ഭൂമിയിലെങ്ങും കാണാത്ത തരത്തിലുള്ള ചെന്നായാണോ അതല്ലെങ്കിൽ കുറുക്കനാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാ ഞങ്ങളുടെ വണ്ടിക്ക് എതിരായിട്ട് പാഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് മുന്നോട്ട് വണ്ടി എടുത്തു. പക്ഷേ ഞങ്ങളുടെ വണ്ടിയിൽ ഇടിക്കുകയോ തട്ടുകയോ ഒന്നും ചെയ്യാതെ അത് എങ്ങോട്ട് പോയി എന്ന് അറിഞ്ഞൂടാ. ഞാനവിടെ ബ്രേക്ക് ഇടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും വണ്ടി സ്കിഡ് ചെയ്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുക. ഇടുങ്ങിയ വഴികളല്ലേ. ഈശോയുടെ പൊന്നുമക്കളെ, ഞാൻ വീട്ടിലെത്തി ഈശോയുടെ മുമ്പിൽ നന്ദി പറഞ്ഞു. ഈശോയെ, അങ്ങ് ഒരു ഭവനത്തിൽ കയറി ചെന്ന് അങ്ങേ കൊടുക്കുവാൻ സാധിച്ചല്ലോ. അവിടെയുള്ള എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു ഭവനത്തിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കാമെന്ന് അവർ ഉറപ്പ് നൽകി. പിറ്റേ ദിവസം അവർ വിളിച്ചു, രാവിലെ വിളിച്ചു, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തിയല്ലോ. ഈശോയുടെ പൊന്നുമക്കളെ, ഞങ്ങൾ നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാ അത്ഭുതകരമായ രീതിയിൽ 3 മാസങ്ങൾക്ക് ശേഷം ഇതാ ആ മകന് വിദേശത്തൊരു ജോലി ലഭിച്ചു. ആ ജോലി അത്യാവശ്യം നല്ല ശമ്പളമുള്ള ജോലിയാണ്. ആ ജോലിയിലെ ശമ്പളം കൊണ്ട് തന്നെ പയ്യെ പയ്യെ വീടിൻ്റെ പണി, അധികം ബാങ്കിൽ നിന്ന് കടമെടുക്കുവാനും ആരുടെ നിന്ന് വായ്പ മേടിക്കാനും ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു ആ മകൻ. അതിനാൽ ശമ്പളം കൊണ്ട് തന്നെ വീടിൻ്റെ പണി തുടർന്ന് ഈശോയുടെ പൊന്നുമക്കളെ, ഏകദേശം 1 വർഷം കൊണ്ട് മനോഹരമായ ഒരു ഭവനം ദൈവം അവർക്ക് പണിതു കൊടുത്തു. ദൈവം കൊടുത്തു. ഈശോയുടെ പൊന്നുമക്കളെ, നമ്മളെപ്പോഴും ഓർക്കണം,
നമ്മുടെ അഭിവൃദ്ധിക്ക് ദൈവം, നമ്മുടെ അഭിവൃദ്ധിക്ക് ആക്കം കൂട്ടുവാനായിട്ട് ദൈവത്തോട് നാം ചേർന്ന് നിൽക്കണം. എന്നാൽ ദൈവത്തിൽ നിന്ന് നാം അകന്നാൽ നമ്മുടെ അഭിവൃദ്ധിയെ സാത്താൻ ചവിട്ടി പിടിക്കും, വിട്ടുതരില്ല. വളരെ സ്നേഹത്തോടെ അവര് വെഞ്ചരിപ്പിന്റെ സമയത്ത് ഞങ്ങളെ വിളിച്ചു. ധ്യാനം നടക്കുന്ന സമയമുണ്ട്, പോകാൻ സാധിച്ചില്ല. പക്ഷെ പിറ്റേ ധ്യാനത്തിന് അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈശോയുടെ പൊന്നുമക്കളെ, നമ്മളും അനേക ആവശ്യങ്ങൾ നമുക്കും ഉണ്ട്. നമ്മളെപ്പോഴും ഓർക്കുക, ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആ വലിയ ആഗ്രഹത്തിന്റെ മേല് സാത്താൻ ചവിട്ടിപ്പിടിച്ചിട്ടുണ്ടോ, വിട്ടുതരാതെ, ഉയർച്ച തരാതെ എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് നാം അടുക്കണം. നാം ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ആരാധിച്ച് പാപജീവിതം മാറ്റിവെച്ച് ദൈവത്തിന്റെ പൊന്നുമക്കളെ കൂദാശപരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി ദൈവത്തോട് നാം അടുക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.